വളരെ കൂളായി ഈ വാഹനത്തിലേക്ക് കയറുന്ന ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ കാണുന്നുണ്ടാകും. പോലീസിനെയൊന്നും യാതൊരു ഭയവും ഈ ചെറുപ്പക്കാരനില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതറിയണമെങ്കിൽ ഒരല്പം വീഡിയോ നിങ്ങൾ മുന്നോട്ട് കണ്ടാൽ മനസ്സിലാകും. മുൻ വിരോധത്തിൻ്റെ പേരിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതിയാണ് ഇയാൾ. മയനാട് ഉമേനല്ലൂർ കിഴക്കേച്ചേരിയിൽ ശ്യാം മന്ദിരത്തിൽ ശ്യാം എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വടക്കേയുള്ള കൊച്ചുകൂനമ്പായി കുളം ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. പള്ളിമുക്ക് യൂനിസ് കോളേജിൻ്റെ സമീപത്ത് വെച്ച് ഉമേനല്ലൂർ കാക്കോട് വയലിൽ ചരിവുള്ള വീട്ടിൽ അജ്മലിനെ പ്രതി നന്നായിട്ട് ഉപദ്രവിക്കുകയും തലയിൽ കല്ല് വെച്ച് ആഞ്ഞിടിക്കുകയും ചെയ്ത് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത പ്രതിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രതി. ഇനി നമുക്ക് ഈ ചെറുപ്പക്കാരൻ്റെ ചേഷ്ടകൾ ഒന്ന് കാണാം. കൊലപാതക ശ്രമത്തിന് കേസെടുത്ത ഒരു പ്രതിയുടെ ചേഷ്ടകളാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടത്. അതായത് പോലീസിനെയോ നിയമത്തിനെയോ ഒരു പുല്ലുവിലയും കൽപ്പിക്കാതെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇളിച്ച് കാട്ടിച്ച് കൈയടിച്ച് പൊട്ടിച്ചിരിച്ച് പോലീസ് വാഹനത്തിലേക്ക് കയറി ജയിലിലേക്ക് പോയ ഈ ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥയെ എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ ശ്യാം എന്ന് പറയുന്ന പ്രതി അത്ര ചില്ലറക്കാരനൊന്നുമല്ല. ഇതുപോലെ സമാനമായ പല കേസുകളിലും ശ്യാം പ്രതിയാണ് എന്നാണ് ഇരവിപുരം പോലീസ് പറയുന്നത്. എന്തായാലും ഈ അജ്മലിൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ ശ്യാം പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ഇത്തരത്തിൽ വലിയ ഒരു കൊലപാതക ശ്രമത്തിലേക്ക് എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ പോലെ ഉള്ള ചെറുപ്പക്കാർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. കാരണം എപ്പോഴും പോലീസ് സ്റ്റേഷനും കേസും ജയിലും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ചെറുപ്പക്കാർക്ക് ഇതൊരു വിനോദ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുത്തി തക്കതായ ശിക്ഷ, മാതൃകാപരമായ ശിക്ഷ ഇയാൾക്ക് വാങ്ങിക്കൊടുക്കണം എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. നന്ദി, നമസ്കാരം.